ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു നോർമൽ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലേക്കുള്ള പീസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കോളർ വെക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പീസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലേക്കുള്ള പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഫ്രണ്ട് പീസിനേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് മാത്രം നമുക്ക് ഇവിടെ ആദ്യം വിരിച്ചു വെക്കാം. ഞാനിവിടെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ പീസ് വെച്ച് അടിക്കാനും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 12 ഇഞ്ചിൽ ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആ പോയിൻ്റ് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ഷോൾഡറായിട്ട് 7 ഇഞ്ചും ആംഹോളായിട്ട് സെയിം 7 ഇഞ്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ചെസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് എടുക്കുക. അതിനുശേഷം 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 ഡിവൈഡ് ചെയ്യുക. ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. അതേപോലെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റും എടുക്കുക. ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഈ പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. തയ്യൽ തുമ്പുകളും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ സ്ലോപ്പ് ഇവിടെ വരക്കണം. അപ്പോൾ നെക്കിൻ്റെ പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ ഒരു സ്ലോപ്പ് വരക്കുക. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ആ 3 ഇഞ്ചിൻ്റെ പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 3 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പൺ കൊടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ കോളർ ആയതുകൊണ്ട് തന്നെ നെക്ക് ഇറങ്ങിപ്പോവണമെങ്കിൽ ഒരു ഓപ്പണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപോലെ ബോക്സ് പോലെ വരച്ചിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മുടെ ഓപ്പൺ ഉണ്ടാവുക. അപ്പോൾ ഓപ്പൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം. ഞാൻ 3 ഇഞ്ച് എന്ന് പറഞ്ഞത് ഇപ്പോൾ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്, നെക്ക് അധികം ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പൺ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ആം ഹോളൊക്കെ കുഴിച്ച് കട്ട് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസിലെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായി നമ്മുടെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ അവിടെ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി നമുക്ക് ബാക്ക് വശം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഫ്രണ്ട് പീസ് ഇതിന് മുകളിലായിട്ട് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മുകളിൽ നമുക്ക് കുറച്ച് ക്ലോത്ത് ബാക്കി നിൽക്കണം. ഇതുപോലെ അവിടെ നമ്മൾ ചെറിയൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പോലെ 1 ഇഞ്ച് ഇതേപോലെ മുകളിലായിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വേണം 1 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് ലൈനായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഇതേപോലെ നമുക്ക് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. നമ്മൾ നെക്കിൻ്റെ ഭാഗം എത്രയാണോ ഉള്ളത് അത് ഇതേപോലെ ഒന്ന് നീട്ടി വരക്കുക. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വരച്ച ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടിയാണ് നമ്മൾ ബാക്ക് നെക്ക് വരക്കുന്നത്. അതായത് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 1 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. ബാക്കിയൊക്കെ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്തതുപോലെ തന്നെ ട്രേസ് ചെയ്ത് ഇത് ചുറ്റി ഇതേപോലെ തന്നെ എടുക്കുക. അതിനുശേഷം ഈ പീസും കട്ട് ചെയ്തൊന്ന് മാറ്റുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കൊടുത്ത ഓപ്പൺ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ പീസ് എടുക്കുക. പീസ് എടുക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ വേണം എടുക്കാൻ. നമ്മൾ കൊടുത്ത് ഓപ്പണിങ് കാട്ടി കുറച്ച് താഴെ നിൽക്കുന്ന വിധത്തിൽ പീസ് കട്ട് ചെയ്യാൻ. ഞാനിവിടെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചും ലെങ്ത്തായിട്ട് ഒരു 5 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മളെടുത്ത പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മളെ ഫ്രണ്ട് ബോഡി പീസിൻ്റെ നല്ല വശം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിലാണ് നമ്മൾ ഓപ്പണിങ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് താഴെ ആയിട്ട് അയക്കണം നമ്മൾ ഇതൊന്ന് തയ്ച്ചെടുക്കേണ്ടത്. ഇതേപോലെ ഒരു വി ഷേപ്പിൽ നമുക്ക് ആ പീസൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധത്തിൽ എൻഡ് വരെ ഒന്ന് കട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ പീസ് ഒന്ന് മോശം വശത്തേക്ക് നമുക്ക് തിരിച്ചിടാം. കുറച്ചുകൂടി ഫിനിഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലോത്തിൻ്റെ 3 അറ്റങ്ങളും ഒന്ന് മടക്കി അടിച്ച് വെക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചുകൊണ്ട് എൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ പ്രസ് സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് പോലെ ഈ സെൻറ്ററിലെത്തുമ്പോൾ നിവർത്തി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ നമ്മുടെ ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചുകൊണ്ട് 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം.
ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെക്കിൻ്റെ വശങ്ങൾ കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിടുക. നമ്മൾ ഓപ്പൺ ഫിനിഷ് ചെയ്യാനെടുത്ത പീസൊക്കെ ഉള്ളിലാക്കി വേണം ഇതേപോലെ നെക്കിൻ്റെ ഭാഗം വെക്കാൻ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കോളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റ് അളന്നെടുക്കാം. കറക്റ്റ് ഇതേപോലെ വെച്ച് വേണം എടുക്കാൻ. എനിക്കിവിടെ 8.5 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേപ്പർ ക്യാൻവാസാണ്. നമ്മൾ ഷർട്ടിനൊക്കെ യൂസ് ചെയ്യുന്നത് ഷർട്ട് ക്യാൻവാസ് കുറച്ചും കൂടി തടിയുള്ളതാണ്. ഇത് കുറച്ചുകൂടി നേരിയ ടൈപ്പാണ്. അപ്പോൾ ഇതേപോലെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ക്യാൻവാസിൻ്റെ ഫോൾഡഡ് ഭാഗം മുകളിൽ വരുന്ന വിധത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന രീതിയിലൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ക്യാൻവാസ് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാൻവാസിൽ കറക്റ്റാണ് ഉള്ളതെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല. അളവുകളൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ഭാഗം ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് ഞാനൊരു ക്രോസ് ആയിട്ട് അത് മാർക്ക് ചെയ്തിട്ടാണുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കോളറിൻ്റെ മാർക്കിങ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് 1 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുക. ശേഷം ഒരു 1/4 ഇഞ്ചിൻ്റെ പോയിൻറ്റ് കൂടി മാർക്ക് ചെയ്യുക. അതായത് 1 ഇഞ്ച്, 3 ഇഞ്ച്, 1/4 ഇഞ്ചിൻ്റെ ബോക്സുകളായിരിക്കും നമുക്ക് വേണ്ടത്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ കൂടി ഈ മാർക്കിംഗ് ഒന്നുകൂടി അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ വരയ്ക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്കുകൾ അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്ത മാർക്കുകൾ നിങ്ങൾ ഡൗട്ട് വേണ്ട, അത് വരയ്ക്കേണ്ട എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച്, 3 ഇഞ്ച്, 1/4 ഇഞ്ചിൻ്റെ ലൈൻസ് ഇതേപോലെ ഒറ്റയടിക്ക് നീട്ടി വരച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ വരച്ച 3 ഇഞ്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് നമുക്കൊരു ഏകദേശം അളവായിട്ട് ഒരു 8 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 8ൻ്റെ പകുതിയായിട്ട് 4 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 8 ഇഞ്ച് എങ്ങനെയാണ് വന്നത്, 8 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ലൈൻ ഒന്ന് നമുക്ക് താഴെ നിന്ന് ഇതേപോലെ നീട്ടി വരച്ചെടുക്കുക. ശേഷം നമ്മൾ 8 ഇഞ്ചിൻ്റെ മിഡിലായിട്ട് 4 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് നമുക്കൊരു കേർവ് ഷേപ്പ് വരച്ചെടുക്കണം. നമ്മുടെ ആം ഹോൾ സ്കെയിൽ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരച്ചെടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ അത് കാണാത്തത് കൊണ്ടാണ് ഞാൻ കൈയോട് വരയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ വരച്ച 1 ഇഞ്ചിൻ്റെ പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വരച്ച ലൈനിന് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കാൻ. നമ്മൾ നേരത്തെ കോളർ അളന്നിട്ടുണ്ടായിന് 8.5 ഇഞ്ച്. അത് എവിടെയാണോ കിട്ടുന്നത് ആ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ കുറച്ച് ബാക്കി ഉണ്ടാവുകയും വേണം. ഏകദേശം ഒരു 1 ഇഞ്ചോളം പുറത്തേക്ക് നമുക്ക് കിട്ടുകയും വേണം. ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് 1/4 ഇഞ്ചിൻ്റെ പോയിൻറ്റുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇതേപോലെ 1/4 ഇഞ്ചിൻ്റെ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വരച്ച പോയിൻറ്റുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, 1 ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ വേണമെന്ന്, അത് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത പോയിൻ്റായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ പകുതി കാണാം. ഇനി അതിലും കിട്ടിയില്ലെങ്കിൽ 10 ഇഞ്ച് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. കൈകൊണ്ട് വരച്ച എല്ലാ പ്രശ്നങ്ങളും ഈ ഇതിൽ കാണാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആം ഹോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കറക്റ്റ് കർവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ വേണം. ആ പോയിൻ്റ് ഇതേപോലെ ഒന്ന് 1 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കർവ് ചെയ്തെടുത്ത് ഷേപ്പിൻ്റെ താഴെയായിട്ട് 1 ഇഞ്ച് വീതി ഇതേപോലെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചുറ്റും 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്കൂടി ഇതേപോലെ ഒന്ന് വിഡ്ത്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ താഴത്തെ ഭാഗവും മിസ്സായിട്ടുണ്ട്, അത് ലാസ്റ്റ് കാണിക്കുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നെക്കിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളറിൻ്റെ പീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ക്ലോത്തിൻ്റെ മോശം വശത്തേക്ക് നമ്മൾ ക്യാൻവാസിൻ്റെ ഗ്ലേസിങ്ങുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് ക്ലോത്ത് ചുറ്റും വെച്ചുകൊണ്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റാം. താഴെ വിട്ട് 1/4 ഇഞ്ച് ക്ലോത്ത് ഇതേപോലെ മുകളിലേക്കോട്ടേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ നമുക്കത് വലിയൊരു അഭംഗിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാത്തത്. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് വേറൊരു ക്ലോത്ത് ഇതേപോലത്തെ ഒരു സ്ക്വയർ പീസ് ആവശ്യമുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് വെച്ച് നമ്മൾ ക്ലോത്ത് ഇതേപോലെ വെക്കുക. അതിനുശേഷം നെക്കിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസിൽ കൊള്ളരുത്. അങ്ങനെ നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/4 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് നമുക്ക് ഈ പീസിലും കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഇനി നെക്കിൻ്റെ ചുറ്റിലും നമുക്ക് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് അധികം ക്ലോത്ത് കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ ഒരു പ്രസ് സ്റ്റിച്ച് മുഴുവനായിട്ട് കൊടുക്കുക. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. നെക്സ്റ്റ് നമുക്ക് കോളർ ഇതേപോലെ വെച്ചുകൊണ്ട് ആ കോളറിൻ്റെ വീതിക്ക് കോളറിൽ കൊള്ളാണ്ട് ചുറ്റും ഇതേപോലെ ഒന്ന് മറ്റേ പീസിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരു എളുപ്പപ്പണിയാണ്. ഇതേപോലെ ഈ കാണുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതായത് നമ്മൾ കോളറിൻ്റെ പീസിലേക്ക് സ്റ്റിച്ച് ഉണ്ടാവാനും പാടില്ല. ആ വീതി നമുക്ക് മറ്റേ ക്ലോത്തിൽ കിട്ടുകയും വേണം. ഇനി നമുക്ക് ഇവിടെയും 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്ത് ആവുന്നത്. അതിന് നമ്മൾ ഈ നെക്ക് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചുകൊണ്ട് ചെറിയൊരു നോച്ച് കൊടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ബോഡി പീസും ഇതേപോലെ വെച്ചുകൊണ്ട് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അവിടെയും ഒരു ചെറിയൊരു നോച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ബോഡി പീസിൻ്റെ റോങ് വശത്തായിട്ട് കോളറിൻ്റെ നല്ല വശം സെൻറ്ററും വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു വശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുവശം സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതേപോലെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയില്ലെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇരുവശങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എൻഡ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസിൻ്റെ പീസ് ഇതേപോലെ നമുക്ക് നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ചിട്ട് എവിടെയാണോ നമ്മൾ നെക്കിൻ്റെ പീസ് എൻഡായിട്ട് നിൽക്കുന്നത് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കോളറിൻ്റെ പീസ് എത്താത്ത പ്രശ്നം വരില്ല. ഇതേപോലെ മറുവശത്തും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം എക്സ്ട്രാ ഉള്ള പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നല്ല വശത്തേക്ക് നമുക്ക് ഇതൊന്ന് മറിച്ചിടുക. തയ്യൽ തുമ്പൊക്കെ കംപ്ലീറ്റ് ഉള്ളിൽ പോകുന്ന വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് ചുറ്റും ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താലും നമ്മൾ കോളർ ഫിനിഷായി എടുക്കാം. കോളർ വളരെ സാവധാനം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്